ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പാവയ്ക്കച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒട്ടും കയ്പില്ലാത്തതിന് നമുക്ക് പാവയ്ക്കച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അച്ചാറിടുവാണെങ്കിൽ നമ്മൾ പാവയ്ക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാകത്തില്ല. ഇപ്പോൾ പാവയ്ക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ഈ കായം ഒന്ന് വറുത്തെടുക്കാം. കായപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കായം വറവായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച ഉലുവ പൊടിച്ചതാണെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പാവയ്ക്കയ്ക്ക് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കമൻ്റ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.